ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി രുചിയിൽ ബ്രെഡ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊരു സ്നാക്കായിട്ടും ഡിന്നർ ലൈറ്റായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായാലും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. 3 ബ്രെഡാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബ്രെഡ് 2 സൈഡും നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. ഇനി ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഉപ്പിടുന്നത് കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട, കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോഴേക്കും ഒരു തക്കാളിയുടെ പകുതി കൂടി അരിഞ്ഞ് ചേർക്കാം. ഞാനൊരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ചിക്കി പൊരിച്ച് വെച്ചേക്കുന്ന മുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോട് ഒഴിക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇത് ഓപ്ഷണലാണ്, പക്ഷെ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ബ്രെഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും, എന്ന അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.